ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ നിരവധി തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. ഒന്നാമത്തെ തസ്തിക കാറ്റഗറി നമ്പർ 260/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 6 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. ഈ തസ്തികയ്ക്ക് എക്സ് സർവീസ് മാൻ ആയിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എക്സ് സർവീസ് മാന് SC വിഭാഗത്തിലും ST വിഭാഗത്തിൽ പെടുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 7ാം ക്ലാസ് യോഗ്യതയും പിന്നെ എക്സ് സർവീസ് മാൻ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള ഡിസംബർ മാസം 23-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ അതിനു മുമ്പ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. രണ്ടാമത്തെ തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 259/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് പ്രോസസ് സർവ്വ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. വേണ്ടുന്ന പ്രായപരിധി 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് മിനിമം വേണ്ടത്. അതിനോടൊപ്പം തന്നെ സൈക്കിൾ ചവിട്ടുവാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയും സൈക്കിൾ ചവിട്ടാൻ അറിയാമെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ് സർവ്വ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ തസ്തിക SC ST വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. SC ST വിഭാഗക്കാർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് ഈ തസ്തിക. പിന്നെ ഇത് പുരുഷന്മാർക്ക് മാത്രമേ ഈ പ്രോസസ് സർവ്വ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 23-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 258/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ലബോറട്ടറി അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 6 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് തൊട്ട് 41 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ലബോറട്ടറി അറ്റൻഡർ ടെസ്റ്റ്, കേരള PSCയുടെ ലബോറട്ടറി അറ്റൻഡർ ടെസ്റ്റ് പാസ്സായിരിക്കണം. അപ്പോൾ മിനിമം 10ാം ക്ലാസ് യോഗ്യതയും ലബോറട്ടറി അറ്റൻഡർ ടെസ്റ്റ് പാസ്സായിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ ലബോറട്ടറി അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയ്ക്ക് ST വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ള തസ്തികയാണിത്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 23-ാം തീയതി ആണ്. യോഗ്യരായിട്ടുള്ളവർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 256/2020 മുതൽ 257/2020 വരെ. തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് തൊട്ട് 41 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിൻ്റെ ഉണ്ടായിരിക്കണം. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെയൊക്കെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ബേസിക്കായിട്ട് കമ്പ്യൂട്ടർ നോളജൊക്കെ ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തിക ST വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാവുള്ളൂ. ST വിഭാഗത്തിലുള്ളവർ മാത്രം ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 255/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. വേണ്ടുന്ന പ്രായപരിധി 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, അത് മലയാളത്തിൻ്റെ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിൻ്റെ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള നല്ല നോളജുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ് തന്നെ 19,000 രൂപ മുതൽ 43,600 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേക റിസർവേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് വിഭാഗത്തിലുള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിയോ OBC കാറ്റഗറി SC ST ആർക്കും ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക മുതൽ ഞാൻ ലാസ്റ്റ് ഡേറ്റ് പറയത്തില്ല. എല്ലാ തസ്തികയ്ക്കും ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 23-ാം തീയതി വരെയാണ്. അതുകൊണ്ട് എല്ലാ തസ്തികയ്ക്കും ലാസ്റ്റ് ഡേറ്റ് ഇനി പറയത്തില്ല. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ പറയാം. 254/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 3 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയായിരിക്കണം, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തിക ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത കാറ്റഗറി നമ്പർ പറയാം. 253/2020. തസ്തികയുടെ പേര് കോൺഫിഡൻ്റൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 2 ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 12ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം, 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷിൻ്റെയും. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചും കമ്പ്യൂട്ടർ നോളജൊക്കെ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ കോൺഫിഡൻ്റൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയ്ക്കും ST വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കോൺഫിഡൻ്റ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത കാറ്റഗറി നമ്പർ പറയാം. 252/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പോൾട്രി അസിസ്റ്റൻ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമിനേറ്റർ ഇങ്ങനെയുള്ള തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 1 ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം VSSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പറഞ്ഞ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 251/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 230 ഒഴിവ് ഈ തസ്തികയിലേക്ക് വന്നിട്ടുണ്ട്. 230 ഒഴിവ് മാത്രം ഈ തസ്തികയിലേക്ക് വന്നിട്ടുണ്ട്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പാസ് ഇൻ HSC അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. മിനിമം 12ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ശമ്പളം ലഭിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 22,200 രൂപ മുതൽ 48,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 250/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 26 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 12ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. 12ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. ഇനി 12ാം ക്ലാസ്സിലേക്ക് VHSC പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. അവർ സയൻസ് സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതിനോടൊപ്പം തന്നെ BSc നേഴ്സിംഗ് പഠിച്ചിരിക്കണം. BSc നേഴ്സിംഗ് 3 വർഷത്തെ കോഴ്സ് പഠിച്ചിരിക്കണം. ഇനി BSc നേഴ്സിംഗ് ഇല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. പിന്നെ കേരള രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. കേരള നേഴ്സ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയ്ക്ക് SC ST വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 249/2020.
ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ECG ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ECGയുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ECGയുടെ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ECG ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് ഏത് വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിയോ OBCയോ SCയോ STയോ ഏത് വിഭാഗക്കാർക്ക് വേണമെങ്കിലും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ശമ്പളം പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ശമ്പളം എല്ലാ തസ്തികയ്ക്കും എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാ തസ്തികയ്ക്കും നല്ല ശമ്പളമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ശമ്പളമായിട്ട് സാലറി ആയിട്ട് കയ്യിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് എല്ലാ തസ്തികയ്ക്കും ശമ്പളം എടുത്ത് പറയാത്തത്. എല്ലാ തസ്തികയ്ക്കും നല്ല ശമ്പളമുണ്ട്. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ ഈ പറഞ്ഞ ജോലികൾക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 248/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 2 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് ഈ പറഞ്ഞ കേരള സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 247/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്കാണ്. അത് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലേക്കുള്ള ടീച്ചർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് 7 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് ഒഴിവായിട്ട് വന്നിരിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന് യോഗ്യരായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് ടീച്ചർ ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ST വിഭാഗക്കാർക്ക് മാത്രം. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 246/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് ജുഡീഷ്യൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഡിഫഡാർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 1 ഒഴിവാണ്. അത് ഇടുക്കിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 7ാം ക്ലാസ് യോഗ്യതയാണ്. 7ാം ക്ലാസ് യോഗ്യതയായിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ ഡിഫഡാർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്ന വ്യക്തി ഗ്രാജുവേഷൻ ചെയ്ത വ്യക്തിയൊന്നും അപേക്ഷിക്കരുത്. മിനിമം 12ാം ക്ലാസ്സിൽ താഴെ ഉള്ളവരായിരിക്കണം അപേക്ഷിക്കേണ്ടത്. അതായത് 7ാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ട് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് ചാടിക്കയറി അപേക്ഷിക്കരുത്. 7ാം ക്ലാസ് യോഗ്യത 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ അങ്ങനെയുള്ള യോഗ്യരായിട്ടുള്ളവരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഇതിന് കാറ്റഗറി ഏത് വിഭാഗക്കാരെന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. എല്ലാ വിഭാഗക്കാർക്കും ഈ പറഞ്ഞ ഡിഫഡാർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ 245/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഫയർ ആൻഡ് റിസോഴ്സ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഫയർ വുമൺ ട്രെയിനി തസ്തികയിലേക്കാണ്. ഇത് സ്ത്രീകൾക്കുള്ള വേക്കൻസിയാണ്. ഫയർ വുമൺ ആയിട്ടുള്ള, അതായത് തീ അണയ്ക്കാനുള്ള ആ വിഭാഗത്തിൽ പെടുന്നവരാണ്. അത് ലേഡീസിനായിട്ടുള്ള വേക്കൻസിയാണ്. 100 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. 100 ഒഴിവ്. ഇതിന് യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് ജയിച്ചിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപ്പോൾ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രം അപേക്ഷിക്കാനുള്ള വേക്കൻസിയാണ്. ഇതിന് പ്രത്യേക ഏത് വിഭാഗമൊന്നുമില്ല. എല്ലാ വിഭാഗക്കാർക്കും, ജനറൽ കാറ്റഗറി, OBC കാറ്റഗറി, SC ST എല്ലാ വിഭാഗക്കാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള വേക്കൻസിയാണ്. വേഗം ഫയർ വുമൺ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 244/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് LP സ്കൂൾ ടീച്ചർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. LP സ്കൂൾ ടീച്ചർ ഒഴിവാണ് വന്നിരിക്കുന്നത്. മലയാളം മീഡിയം വിഭാഗത്തിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 139 ഒഴിവ് ഈ തസ്തികയിലേക്ക് വന്നിട്ടുണ്ട്. ഈ തസ്തികയുടെ പ്രായപരിധി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയും 12ാം ക്ലാസ് യോഗ്യതയും പ്രീ ഡിഗ്രി പഠിച്ചവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി ബോർഡ് എക്സാം പാസ്സായിട്ടുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ LP സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസത്തിൽ നല്ല ശമ്പളം ലഭിക്കുന്നുണ്ട്. 25,000 ആണ് സ്റ്റാർട്ടിങ്ങിൽ.
54,000 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഇതിലേക്ക് സ്ത്രീകൾക്കും അപേക്ഷിക്കാം, പുരുഷന്മാർക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇതിന് ഏത് വിഭാഗമൊന്നുമില്ല, എല്ലാ വിഭാഗക്കാർക്കും ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 241/2020 മുതൽ 243/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഓപ്പറേറ്റർ ഗ്രേഡ് 3 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. അതിനോടൊപ്പം തന്നെ ITIയുടെ NTCയുടെയോ അല്ലെങ്കിൽ NICയുടെയോ ഫിറ്ററിൻ്റെ സർട്ടിഫിക്കറ്റോ മെക്കാനിക്കലിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെയോ ഇതിലേതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ ഫിറ്റർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മെക്കാനിക്കലിൻ്റെയോ ഇലക്ട്രിക്കലിൻ്റെയോ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ പറഞ്ഞ ഓപ്പറേറ്റർ ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഏത് വിഭാഗമൊന്നുമില്ല, എല്ലാ വിഭാഗക്കാർക്കും ജനറൽ കാറ്റഗറി, OBC, SC, ST എല്ലാ വിഭാഗക്കാർക്കും ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് ശമ്പളം കുറവാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ 8,730 രൂപ മുതൽ 13,540 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. എങ്കിലും യോഗ്യരായിട്ടുള്ളവർ ഈ പറഞ്ഞ ഓപ്പറേറ്റർ ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 238/2020 മുതൽ 240/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അപ്പെക്സ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിൽ 2 ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 235/2020 മുതൽ 237/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ലാബ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 1 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് VHSC പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജിയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ലാബ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ പറഞ്ഞ ലാബ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 232/2020 മുതൽ 234/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റ് പേര് അപ്പെക്സ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 9 ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ കോപ്പറേറ്റിംഗ് സൊസൈറ്റിയിൽ 3 വർഷത്തെ റെഗുലർ സർവീസിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ ഡിഗ്രി ആയിട്ട് വേണ്ടത് BCom പഠിച്ചിട്ടുള്ളവർക്കോ BSc പഠിച്ചിട്ടുള്ളവർക്കോ അപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ളവർക്കോ ഈ പറഞ്ഞ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 229/2020 മുതൽ 231/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റ് പേര് അസിസ്റ്റൻറ്റ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 28 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. 28 ഒഴിവുണ്ട്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി BCom പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പഠിച്ചിട്ടുള്ളവർക്കോ ഇങ്ങനെയുള്ള ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. OBCയോ ജനറൽ കാറ്റഗറിയോ SCയോ STയോ എല്ലാ വിഭാഗക്കാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഇതിന് പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ പറഞ്ഞ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 226/2020 228/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റ് പേര് അപ്പെക്സ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 2 ഒഴിവാണ് തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം
ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏത് സബ്ജക്റ്റിലായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷും മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ലോവർ മലയാളം ലോവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്റിംഗും അറിയാവുന്നവർക്ക്, ഡിഗ്രി ഉള്ളവർക്ക് ഈ പറഞ്ഞ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയിലേക്ക് ഒഴിവ് വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ തസ്തികയിലേക്കാണ്. അതിലും ഡിഗ്രി ഉള്ളവർക്കാണ് അതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുന്നത്. എൻ്റെ അടുത്ത തസ്തിക പ്രോജക്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിൽ MSc ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. MSc ബോട്ടണി, MSc ബയോളജി, അപ്പോൾ ഇങ്ങനെയുള്ള MSc സുവോളജി, ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് പ്രോജക്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. അതിൻ്റെ അടുത്ത തസ്തിക അക്കൗണ്ട് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിൽ BCom പഠിച്ചിട്ടുള്ളവർക്ക്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിലേക്ക് അക്കൗണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക ഒഴിവ് വന്നിരിക്കുന്നത് റെഫ്രിജറേഷൻ മെക്കാനിക് തസ്തികയിലേക്കാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയും ITയുടെ NACയുടെയോ NTCയുടെയോ റെഫ്രിജറേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പറഞ്ഞ റെഫ്രിജറേഷൻ മെക്കാനിക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ജൂനിയർ ഓവർസിയർ സിവിൽ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിന് യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ജൂനിയർ ഓവർസിയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 2 തസ്തികയാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയും പിന്നെ ഡിപ്ലോമ ഇൻ ഡ്രോയിങ്, അതായത് വരയ്ക്കുന്നതും പെയിൻറ്റിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിന് പറഞ്ഞിരിക്കുന്നത് യോഗ്യത മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. അതിനോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, മെക്കാനിക്കിൻ്റെയോ അത് മോട്ടോർ വെഹിക്കിളിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെയോ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പറഞ്ഞ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഒഴിവ് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിനകത്ത് ബാച്ചിലർ ഡിഗ്രി സിവിൽ എഞ്ചിനീയറിങ്ങോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ പഠിച്ചിട്ടുള്ളവർക്കും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്ത തസ്തിക ഒഴിവ് വന്നിരിക്കുന്നത് ഓവർസീരിയർ ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കൽ ഗ്രേഡ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. പിന്നെ ഈ ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ മെക്കാനിക്കൽ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ കേരള PSC നിരവധി തസ്തികകൾക്ക് ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവരൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അപ്പോൾ വേഗം ഡിസംബർ 23 മുമ്പ് തന്നെ ഈ ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവർ അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ ജോലിയാണ്, മാസത്തിൽ നല്ല ശമ്പളം ലഭിക്കുന്നതായിരിക്കും, അതിനോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇത് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നേരത്തെ PSC രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിലോ നിങ്ങളുടെ ക്രോമിലോ പോയി PSC തുളസി അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും എൻട്രി ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങളുടെ കാറ്റഗറി നമ്പർ കയറി യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിച്ചതിന് ശേഷം അവർ എക്സാമിനുള്ള ഡേറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ വരുന്നതായിരിക്കും. എന്നാണ് എക്സാം, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എല്ലാം നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ പോയി എക്സാം എഴുതുക. അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെയാണ് ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. PSC നേരത്തെ രജിസ്റ്റർ ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വേഗം നിങ്ങളുടെ PSC രജിസ്റ്റർ ചെയ്യുക. അതിനുള്ള ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, www.keralapsc.com എന്ന വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് PSC രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻ്ററുകളിലോ അക്ഷയ സെൻ്ററുകളിലോ പോയാൽ നിങ്ങൾക്ക് PSC രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. PSC രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, മറ്റുള്ള നിങ്ങളുടെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, എല്ലാ ഡീറ്റെയിലും നിങ്ങൾ PSCയിൽ മെൻഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. PSCയിലൊക്കെ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. അതുകൊണ്ട് ഈ വേക്കൻസിക്ക് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇനിയും പുതിയ വേക്കൻസി വരുമ്പോൾ നിങ്ങൾക്ക് PSC വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ വളരെ പ്രയോജനകരമായി തരും. അതുപോലെ തന്നെ ഈ ജോബിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.